ഞങ്ങൾ എത്തിയപ്പോഴേക്കും സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പോലീസ് എത്തിയപ്പോഴേക്കും കള്ളന്മാർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴാണോ അവർ രണ്ടുപേരും കണ്ടുമുട്ടിയത്, അവർ തിരിച്ചറിഞ്ഞു അവർ രണ്ടുപേരും പോയത് ഒരേ ഹൈസ്കൂളിലായിരുന്നു. ഒരുപാട് കഴിച്ചത് കാരണം അവന് അസ്വസ്ഥത അനുഭവപ്പെട്ടു. 2010 ആയപ്പോഴേക്കും അവൻ 3 ബുക്കുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഏത് ടെൻസിലാണെന്നറിയാമോ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പാസ്റ്റിൽ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു പാസ്റ്റിൽ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടെൻസ് ഉപയോഗിച്ച് പറയുന്നത്. എന്നാൽ ഈ രണ്ട് ആക്ഷൻസും പറയേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലല്ല. ഈ രണ്ട് ആക്ഷനുകളിൽ ആദ്യം കഴിയുന്ന ആക്ഷൻ ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയേണ്ടത്. രണ്ടാമത്തെ ആക്ഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെൻസിന്റെ കൂടുതൽ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ മെയിൻ ആയിട്ടും ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ നടന്ന രണ്ട് ആക്ഷൻസുകളെ കണക്ട് ചെയ്ത് പറയുന്നതിന് വേണ്ടി, അതുപോലെ പാസ്റ്റിൽ കഴിഞ്ഞ രണ്ട് ആക്ഷനുകളുടെ കാര്യകാരണ ബന്ധം പറയുന്നതിന് വേണ്ടി, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ കുട്ടികൾ ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തിയപ്പോഴേക്കും, ആ ടൈം ആയപ്പോഴേക്കും അവർ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ കുട്ടികൾ ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം കഴിയുന്ന ആക്ഷൻ. അപ്പോൾ നമുക്കത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നു എന്നുള്ളത് നോക്കാം. When I got home, my kids had already gone to bed. Had പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോം ആണ് ഹാഡിന് ശേഷം ആദ്യം കഴിഞ്ഞ കാര്യം പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സീക്വൻസിങ് പാസ്റ്റ് ആക്ഷൻസ്, പാസ്റ്റ് ആക്ഷൻസുകളെ സീക്വൻസ് ആയിട്ട് പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ ആണ്, അവരിവിടുന്ന് മാറുന്നതിന് മുന്നേ അവർ വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ചിരുന്നു, അല്ലെങ്കിൽ 10 വർഷത്തോളം അവരിവിടെ താമസിച്ചിരുന്നു. They had lived for years or for 10 years before they moved. Before they moved എന്നുള്ളതാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ അവരിവിടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ് ആദ്യം നടക്കുന്ന കാര്യം, അതിനുശേഷമാണ് മൂവ് ആവുന്നത്. അതുപോലെ കഴിഞ്ഞു പോയ രണ്ട് ആക്ഷൻസിന്റെ കാര്യകാരണ ബന്ധം പറയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അവൻ ലേറ്റ് ആയിരുന്നു കാരണം അവന്റെ ബസ് മിസ്സായിട്ടുണ്ടായിരുന്നു. ബസ് മിസ്സാവുക എന്നുള്ളതാണ് ആദ്യം നടക്കുന്ന ആക്ഷൻ. അപ്പോൾ നമുക്കിത് ഇംഗ്ലീഷിൽ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഹി വാസ് ലേറ്റ് ബിക്കോസ് ഹി ഹാഡ് മിസ്ഡ് ഹിസ് ബസ്. ഗ്രൗണ്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു ഫുൾ ഡേ മഴ പെയ്യുന്നുണ്ടായിരുന്നു. രണ്ടും പാസ്റ്റ് ആക്ഷൻ ആണ്. ദ ഗ്രൗണ്ട് വാസ് വെറ്റ് ബിക്കോസ് ഇറ്റ് ഹാഡ് റെയിൻഡ് ഓൾ ഡേ. മഴ പെയ്യുക എന്നുള്ള ആക്ഷനാണ് ആദ്യം നടക്കുന്നത്. അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞു. മൂന്നാമതായിട്ട്